നമസ്കാരം. ഞാൻ ജിപ്സ ബീഗം. എന്താണ് വിശേഷം? സുഖമാണോ? നിങ്ങളെന്താ നിങ്ങളുടെ വിശേഷം ഒന്നും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാത്തത്? നിങ്ങളല്ലേ ബഹളം വെച്ചത്, നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ വീഡിയോ ഇടുന്നില്ല, എവിടെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് 1, 2, 10, 100 അല്ലല്ലോ കമൻസ് എൻ്റെ എല്ലാ വീഡിയോയുടെ അടിയിലും FBയിലെ വീഡിയോസിൻ്റെ അടിയിലും ഒക്കെ നിങ്ങൾ വന്നിട്ട് കമൻസ് ഇടാറുണ്ടായിരുന്നില്ലേ? എന്നിട്ടെന്താ ഇപ്പം ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ നിങ്ങളൊക്കെ എവിടെ പോയി? അപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ 10ാം ദിവസത്തെ എപ്പിസോഡ് 11ലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഇതിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അത് മാത്രമല്ലാതെ അപ്പം ഞാൻ വോളിയം ഭയങ്കര കുറച്ച് വെച്ചിട്ടാണ് മീൻസ് ഇത് കാണുന്നത്, പ്രോഗ്രാം കാണുന്നത്. എനിക്ക് ഈ കലപില ഒരുപാട് കേൾക്കുമ്പോൾ പൊതുവെ എനിക്ക് മൈഗ്രെയിൻ ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു അവസരത്തിൽ ഇതുപോലെയൊക്കെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ നിൽക്കേണ്ടി അങ്ങനെ വന്നാലുള്ള അവസ്ഥ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അൺസഹിക്കബിൾ എന്നൊക്കെ പറയില്ലേ, അതേ ഒരു സംഭവം അതിനുള്ളിൽ. അപ്പൊ ഇന്ന് രാവിലെ ഈ ദിവസത്തെ 10ാം ദിവസത്തെ രാവിലത്തെ സംഭവം, രാവിലെ കിച്ചൺ ബഹളമാണ്. രാവിലെ തന്നെ എന്താണ് ചൊറിയൻ പുഴുവിനെ പോലെ മുള്ളൻ പന്നി എന്നുള്ള നിക്നെയിം കിട്ടിയ നമ്മളുടെ അനീഷ്. പക്ഷെ അനീഷ് ഈ ജിസേലിന്റെ തോളിൽ കയറിയിട്ടാണ് രാവിലെ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഞാൻ അനീഷിന്റെ ഏതോ ഇതുപോലെ FBയിൽ എന്തോ സ്ക്രോൾ ചെയ്യണ സമയത്ത് അനീഷിന്റെ എന്തോ ഇത് കണ്ട സമയത്ത് അതിൽ സുമി എന്ന് പറഞ്ഞിട്ടൊരു ആരോ എഴുതിയിരിക്കുന്നത് കണ്ടു. അനീഷ് ഇങ്ങനെയെന്നോ. അപ്പോൾ അതിൽ ഫുള്ള് അനീഷിന്റെ ഇതേപോലെയുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത് മുഴുവൻ. ഈ ഓരോ ഭയങ്കര അരഗൻ്റായിട്ടും ഭയങ്കര അഗ്രസീവായിട്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ചയെടുത്തിട്ട് ഇമ്പോസിഷൻ പറയും പോലെ അനീഷ ഒരു കാര്യം തന്നെ ഒരു 100 പ്രാവശ്യം എന്ന് പറയാം. ആ കേൾക്കുമ്പോൾ തന്നെ ഒരൊറ്റ എണ്ണം അങ്ങ് പൊട്ടിക്കാൻ തോന്നുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊക്കെ സഹിക്കാം, എന്തും സഹിക്കാം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പ്രാവശ്യം പറയല്. അതാണ് ഒട്ടും സഹിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ പെൺകുട്ടി പറയണേ അനീഷ് അങ്ങനെയൊന്നും അല്ല, എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്, എനിക്ക് നല്ല അറിയുന്ന ആളാണ്, ഞാനുമായിട്ട് നല്ല നമുക്കൊക്കെ ഒരു നല്ല ഇതാണ്, നാട്ടുകാരും വീട്ടുകാരൊക്കെ നല്ലതാ പറയണെന്നൊക്കെ പറയുന്നു. പക്ഷെ ആ കുട്ടി അനീഷിന്റെ PR വർക്കിൽപ്പെട്ട ആരെങ്കിലും ആണോ അത് എന്താണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ശരി, അനീഷിന് അൺസഹിക്കബിൾ ആട്ടോ. പിന്നെ അടുത്തത് രാവിലെ തന്നെ ഷാനവാസ് എപ്പോഴും ഇതുപോലെ ആരുടെയെങ്കിലും ഇടയിൽ പോയിട്ട് സേഫ് ആയിട്ടിരുന്ന് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ ഇന്നൊക്കെ രാത്രിയിൽ പുറത്ത് പോയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് വിളിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ അനുവിന്റെയും പിന്നെ അനുമോളും ആദിലയും നൂറയുടെ ഇടയിലായിരിക്കും പിന്നെ ഷാനവാസ് എപ്പോഴും ഉണ്ടാവുക. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി സമയം കിട്ടിയാൽ ഓടിപ്പോവും. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ തമാശ, ചില സമയത്ത് കേൾക്കുമ്പോൾ ഈ കുശിക്ക് ഈ നുണ പറയുകയും ചെയ്യുന്ന കാണുമ്പോഴത്തേക്കാണ് ഒരു സുഖമില്ലായ്മ തോന്നുന്നത്. ഇവര് ഭയങ്കര ഫണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നേനെ. പിന്നെ അനുമോള് കിടന്നുറങ്ങിയിട്ട് മുമ്പൊക്കെ ആണെങ്കിൽ അവർക്ക് ലക്ഷറി പോയിന്റ് കുറയ്ക്കത്തില്ലായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ലക്ഷറി പോയിന്റ് കുറയ്ക്കലൊന്നുമില്ല. ഈ കിടന്നുറങ്ങി അനുമോള് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇപ്രാവശ്യം ലക്ഷറി പോയിന്റ് ഒന്നും കുറയ്ക്കലില്ല. ഇങ്ങനെ കിടന്നുറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പട്ടിയും കുറച്ച് അനുമോൾ എനിക്ക് ആദിലയുടെ കണ്ട മടി കിടന്നിട്ട് ഇപ്പൊ എനിക്ക് ആദിലേനെയും നൂറേനെയും കണ്ടാൽ തിരിച്ചറിയാട്ടോ. അപ്പൊ മുമ്പ് എനിക്ക് അറിയത്തില്ലായിരുന്നു ആരാ ഇതിൽ നൂറയെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ജിസേലിന്റെ എന്തോ ഒരു സാധനം കാണാതെ പോയി എന്ന് പറഞ്ഞിട്ട് ജിസേല് അവിടെ മുഴുവൻ തപ്പി എല്ലാരെയും പോയി ചോദിച്ച് എല്ലാവരുടെ അടുത്തും ചോദിച്ച് കിട്ടിയാന്ന് അറിയത്തില്ല. പിന്നെ അടുത്ത പരിദൂഷണ കമ്പനി ബെന്നിയും ശരത്തും പിന്നെ വിൻസി ശാരിക എല്ലാവരും കൂടെ അവിടെ ഇരുന്നിട്ട് പുറത്തിരുന്നിട്ട് അവര് ആട്ടു കസേരയിൽ ഇരുന്നിട്ടുള്ള ഒരു പരിദൂഷണ കമ്മിറ്റിയായിരുന്നു. അവരിങ്ങനെ കുഞ്ഞു പരിദൂഷണമൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് കോൾഡ് കേസിന്റെ ഗെയിമിനെ പറ്റിയിട്ട് അനുമോൾ ടാസ്ക് അത് ചെയ്യേണ്ട വിധം എങ്ങനെയെന്ന് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നന്നായിട്ട് വായിച്ചു കേൾപ്പിച്ചു കൊടുത്തു എല്ലാവരെയും. അതിനുശേഷം പിന്നെ ഈ ഗെയിം എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു. നന്നായിട്ട് നല്ല എഫേർട്ട് ഇട്ടൊന്നും ആരും വെറുതെ ഇരിക്കും, ആരും ഇത് മീൻസ് ഇതാവുകയൊന്നും ചെയ്തിട്ടില്ല, ഉഴപ്പിട്ടൊന്നുമില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആ ഗെയിം കളിച്ചതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പോയിന്റ് കിട്ടിയതൊക്കെ കുറവും കൂടുതലൊക്കെ ആണെങ്കിൽ പോലും എല്ലാവരും നല്ല രീതിയിൽ അത് കളിച്ചു. എന്നിട്ട് ബിഗ് ബോസ് അവരുടെ ഗെയിമിനെ വിലയിരുത്തിക്കൊണ്ട് ചോദിച്ച സമയത്ത് അനീഷിന്റെ വിലയിരുത്തൽ, അതിനു മുമ്പേ അനീഷ് പറഞ്ഞിരുന്നു ഇത് നന്നായിരുന്നു, എന്റെ ടീം എന്നെ ജയിപ്പിക്കാൻ വേണ്ടി അവർ അങ്ങനെ ആക്കിയിരുന്നു ഇങ്ങനെ ആക്കിയിരുന്നു, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ അനീഷ് ഒറ്റ സെക്കൻഡില് പ്ലേറ്റ് അങ്ങ് മറിച്ചു. അനീഷ് പറഞ്ഞു ഒരുവരെ നന്ദിയില്ലാത്തൊരു ചെറ്റെന്നൊക്കെ പറഞ്ഞില്ല, അമ്മാതി രീതി ഒരു നന്ദി ഇല്ലാത്തനെ പോലെയായിരുന്നു അനീഷ് പറഞ്ഞത്.
ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, എന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചു. ആ പഴയ ഗെയിമിൽ അനുമോള് ഒരു മിനിറ്റ് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി ഓടിക്കൊണ്ടേയിരുന്നു ഓരോരോ സാധനങ്ങൾ ഇടാതെ. ശരിക്കും ആ സാധനങ്ങൾ ഇടണം. അപ്പൊ ഇവൻ വന്നിട്ട് അപ്പോഴും ഇങ്ങനെ ഇതാക്കുക, അപ്പോഴും പറഞ്ഞാൽ ഇതായിട്ടാക്കിയാൽ മതി. ശരത്താണെങ്കിലും അനുമോളാണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവൻ ഇത്രയും ഈ അനീഷ് ഇത്രയും അവിടെ ഇറിറ്റേഷനും ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടും അവര് വളരെ ആത്മാർത്ഥമായിട്ടും വളരെ നല്ല രീതിയിലും ആയിരുന്നു ആ ഗെയിം കളിച്ചതും അനീഷിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്, സേഫ് സോണിലാക്കാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര മോശമായി പോയി സത്യം പറഞ്ഞാൽ. ഇത്രയും നന്ദിയില്ലാത്തവനും ഇത്രയും പിന്നെ എന്താ പറയാ, എന്താ പറയാ, അവൻ പറയാൻ വാക്കുകളില്ല. ഭയങ്കര ബോറായി പോയി അനീഷ പറഞ്ഞത്. കാരണം ഇത്രയും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവന് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് അവർ കളിച്ചിട്ട് കൈയൊക്കെ മുറിഞ്ഞു, കാലും മുറിഞ്ഞു, ചെളിയിൽ ഇതാക്കിയൊക്കെ ചെയ്തില്ല. അത് ഭയങ്കര മോശമായി പോയി അനീഷ്. പക്ഷെ സത്യം പറഞ്ഞാൽ അനീഷ് ഓരോ ദിവസം ചെല്ലും തോറും ഈ കോമണർ എന്നുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ടിരിക്കുക. എന്താ ബാക്കിയുള്ളവരെല്ലാം കോമണർ ആവാതിരിക്കുക? അവരെന്താ, അവർക്ക് വല്ല കൊമ്പുണ്ടോ? അവരെന്താ, അവരാണെന്നാ അനീഷ് കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് ലീവ് എടുത്തിരുന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മറ്റാരും ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എന്താണ്, കുറെ വൈറലാവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാട്ടിക്കൂട്ടി അതിലോട്ട് എത്തിപ്പെടുക എന്നുള്ളതല്ലാതെ ഇത്രയും അങ്ങോട്ട് ഇത് ചെയ്ത ഒരാളും അതിലുണ്ട് എന്ന് തോന്നണില്ല അനീഷിനെ പോലെ. അനീഷ് ശരിക്കും കോമറല്ല. അനീഷാണ് ശരിക്കും അവിടുത്തെ ഗെയിമർ. അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് വല്ല ടൈപ്പും ആയിട്ട് ഇങ്ങനെ, കാരണം അത് ലാലേട്ടന്റെ അനീഷ് ചെയ്ത ഓരോരോ കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും ലാലേട്ടന്റെ തണുപ്പ മട്ടും ചിരിച്ച മട്ടും അനീഷ് പലരെയും പല രീതിയിൽ ആക്ഷേപിക്കുകയും പല ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുമ്പോൾ ലാലേട്ടന്റെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതായിരുന്നു അനീഷും ബിഗ് ബോസ് കണ്ടന്റിന് വേണ്ടിയിട്ട് അനീഷിനെ കൊണ്ട് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ അവർ കൂട്ടിപ്പിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. സത്യം പറഞ്ഞാൽ ശരത്ത് പറഞ്ഞതുപോലെ അനീഷ് ഭയങ്കര മാനിപ്പുലേഷനാണ് അവിടെ ചെയ്തത്. ആ സമയത്ത് കിടന്ന കാണിച്ചത് ബിഗ് ബോസിനോട് ഇവരെ പറ്റി എതിര് പറഞ്ഞത് ഭയങ്കര മാനിപ്പുലേഷനാണ് അനീഷ് ചെയ്തത്. ഭയങ്കര മോശം തന്നെ ആയിപ്പോയി. ഭയങ്കര, കാരണം ഓരോ പ്രാവശ്യം ഈ അനീഷ് ഓരോന്ന് ഇതാക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കും, എങ്ങനെ അനീഷിന്റെ വീട്ടുകാർ അനീഷിനെ സഹിക്കുന്നു, മറ്റുള്ളവർ എങ്ങനെ സഹിക്കുന്നു, എങ്ങനെ അനീഷിന്റെ കൂടെ കല്യാണം കഴിഞ്ഞ പെണ്ണ് സഹിച്ചു. ഒന്നാമതേ അവനൊരു സ്ത്രീ വിരോധി എന്ന് പറയുന്നു, അവൻ തന്നെ പറയണം. അപ്പൊ അവന്റെ അമ്മേനോട് അവന് വിരോധം ഉണ്ടോ എന്ന് അറിയത്തില്ല. എവന്റെ ഈ എന്താണ് ഇതിന്, എവന്റെ ഈ സ്വഭാവത്തിന് സ്ത്രീകൾ മാത്രമല്ല ആണുങ്ങൾക്കും അവനോട് വിരോധം തോന്നും ഇല്ലേ. പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ മാത്രം എടുക്കാൻ അനിമോള് പറഞ്ഞപ്പോഴത്തേക്ക് അനീഷാണ് പറഞ്ഞത് എല്ലാം കൂടെ വാരിക്കൂട്ടി ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. ശരിക്കും അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ മാത്രം ഫ്രിഡ്ജിൽ വെക്കാൻ അനിമോള് പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്ക് അനീഷ് അവിടെ ഇടങ്കോലിട്ടതാ. എന്നിട്ട് അത് പറയുമ്പോഴും അനീഷ് ചെയ്യുന്ന തെറ്റിനെ പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് പറ്റില്ല. അനീഷ് എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് അപ്പം അത് വേറൊരു വിഷയം, കിച്ചണിലെ വിഷയം വരുന്നുണ്ടായിരുന്നേ. ഷാനാസ് പറഞ്ഞത് കറക്റ്റായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ കിച്ചണിലെ സാധനങ്ങൾ എത്രയൊക്കെ തീരുന്നു, എത്രയൊക്കെ ഇതാക്കുന്നു, എത്രയൊക്കെ ഉണ്ട്, എത്രയൊക്കെ നല്ല രീതിയിൽ നോക്കിക്കണ്ട് ചെയ്യണം എന്നൊക്കെയുള്ള അളവും കാര്യങ്ങളും നോക്കാനായിട്ട് കിച്ചണിൽ നിർത്തിയിരിക്കുന്ന കിച്ചണിലെ ക്യാപ്റ്റനാണ് അനീഷ്. അപ്പം പിന്നെ ആ കിച്ചണിൽ ഒരു മണ്ട ശിരോമണിയൊക്കെയാണ് സാധനങ്ങൾ തുറന്നു കിടക്കുന്നു, സാധനങ്ങൾ അങ്ങോട്ടാക്കുന്നു ഇങ്ങോട്ടും. അപ്പൊ ആ കിച്ചണിലെ മണ്ട ശിരോമണിയെ ഏൽപ്പിച്ചതാണ് മണ്ടത്തരം എന്ന് ഷാനവാസ് പറഞ്ഞത് വളരെ കറക്റ്റായിരുന്നു. ആ കാര്യത്തിൽ അതിന് ഒരു ഇതുമില്ല. പിന്നെ ആ സമയത്ത് ഷാനവാസ് സോറി പറയാൻ പറഞ്ഞു, ഷാനവാസ് സോറി പറയണം, ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വെറുപ്പിക്കുക. സത്യം പറഞ്ഞാൽ പുറത്തങ്ങനെയാണ് ആരെങ്കിലും അടുത്ത് ഇങ്ങനെ ഇതാക്കിയെന്നുണ്ടെങ്കിലുണ്ടോ പിന്നെ അവര് അടിച്ച് തലമണ്ട പൊട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. കാരണം അങ്ങനത്തെ രീതിയിലാണ്. പോരെങ്കിൽ അനീഷ് ചോറ് കളയാൻ വേണ്ടി പറഞ്ഞു, ചോറ് ബാക്കിയുണ്ട്. അപ്പോൾ സരിക ഓടിയോന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ കളയാൻ വേണ്ടിയിട്ടാണോ? കാരണം പലപ്പോഴും ചോറ് എല്ലാവർക്കും ഭക്ഷണം അവിടെ തികയാറില്ല. ചപ്പാത്തിയുടെ മാവിന് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് നീട്ടി വാരി പരത്തി ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടാണ് മറ്റേ ദോശയാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അത്ര ദാരിദ്ര്യത്തിലാണ് അവിടെ ഇതാക്കുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ ആ സമയത്താണ് ചോറ് കളയാന്ന് പറയുമ്പോഴത്തേക്ക് സരിക പറഞ്ഞു, ഇതിന് വേണ്ടിയിട്ടാണോ നമുക്ക് 2 പിടി ചോറ് മാത്രം തന്ന് നമ്മളെ ഇതാക്കിയെന്ന് ചോദിച്ചു. അത് പിന്നെ വമ്പൻ വിഷയമായി. കാരണം അനീഷ് ഇത് വേറെ ആരെങ്കിലും ആണ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അനീഷ അവരെ കൊണ്ട് എന്തെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിക്കാവോ അതൊക്കെ അനീഷ് ചെയ്തേനായിരുന്നു. എന്തൊക്കെ ഏതെല്ലാം രീതിയിലാക്കാൻ പറഞ്ഞല്ലോ. എന്തായാലും അനീഷ് ആ സംഭവം ശരിക്കും അനീഷിന്റെ ഭാഗത്താണ് തെറ്റ്. ആ ഫ്രിഡ്ജിൽ സാധനം വെക്കാൻ അനുമോളോട് പറഞ്ഞത്, അതുപോലെ തന്നെ ഇവരെ തിരിച്ചു പറഞ്ഞത്, അതുപോലെ തന്നെ ഈ എന്താണ്
ചോറിന്റെ കാര്യത്തില് എന്തായാലും കയ്യിൽ നിന്ന് പോയി, അബദ്ധം പറ്റി, പക്ഷെ സമ്മതിക്കൂല. അവന് അബദ്ധം പറ്റി, അനീഷിന് അബദ്ധം പറ്റി എന്ന് കണ്ടു കഴിഞ്ഞാൽ അനീഷ് സമ്മതിക്കേയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഈ എപ്പിസോഡ് കണ്ടിട്ട് സാധാരണ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ഫോണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ റിവ്യൂ പറയും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടു തീർന്നിട്ട് ഇങ്ങനെ ചെറിയ പോയിന്റ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ പറയും ഒക്കെ ചെയ്യേ. പക്ഷേ ഇന്നലെ എനിക്ക് ആ സരികയുടെ എന്താ പേഴ്സണൽ കാര്യം പറഞ്ഞപ്പോൾ ഭയങ്കര, പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ അപ്പോൾ വിചാരിച്ചു അതുവരെ ഉള്ളെങ്കിൽ പറഞ്ഞു വെച്ചാൽ മതിയായിരുന്നു. എനിക്ക് കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ആദ്യത്തെ കുട്ടി ഇതായി പോയതും അബോട്ടായി പോയതും, അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത കുട്ടി ഇതായതും, ആ കുട്ടി മരിച്ചതും, പ്രസവിച്ച കുഞ്ഞ് മരിച്ചതും, ആ കുഞ്ഞിനെ ഇതാക്കിയതും അടക്കിയതും തൊട്ട് എനിക്കത് ഭയങ്കരമായിട്ട്, ഞാൻ സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾ, കാരണം ഞാൻ ഒരുപാട് എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ സംഭവം അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇന്നലെ ഒന്നാമത് എനിക്ക് തലവേദനയുണ്ട്, പിന്നെ സൗണ്ടൊന്നും അധികം കേൾക്കാൻ പറ്റില്ല, അധികം സംസാരിക്കാനും പറ്റത്തില്ല. അതിൻ്റെ ഇടയിൽ കൂടെ സരികയുടെ ലൈഫിനെ കുറിച്ച് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഫീലായി. അത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് പറയാൻ പറ്റുന്നില്ല. അവരൊക്കെ അതിൻ്റെ മുകളിൽ മറ്റേ കണിക്കൊന്ന വെച്ചതും, കണിക്കൊന്നയാണെന്ന് തോന്നണു. പിന്നെ ആ സമയത്ത് ദിലീപേട്ടൻ പുള്ളിക്കാരിയെ മണ്ണിങ്ങനെ കൂമ്പാരം കൂട്ടിക്കിടക്കുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് അത് കാണുമ്പോഴത്തേക്കും വിഷമമാവും എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ദിലീപേട്ടൻ ആ മണ്ണ് ഇതാക്കിയതും, അതിൻ്റെ മുകളിൽ പിന്നെ ഇത് അയ്യോ കണിക്കൊന്ന വെച്ചതും, അത് പിന്നെ ആ കുട്ടിയുടെ മുകളിൽ സ്വന്തം കുഞ്ഞിനെ അടക്കിയ സ്ഥലത്ത് അതിൻ്റെ മുകളിൽ പോയിട്ട് ആരും പൂ പറിക്കണ്ടെന്ന് വെച്ചിട്ട് പുള്ളിക്കാരി അത് വെട്ടി മാറ്റിയതും, അവസാനം ആ വീട് വിൽക്കേണ്ടി വന്നു. ആ വീട് വിൽക്കേണ്ടി വന്നപ്പോൾ അവർ അതിൻ്റെ 4 ഇരട്ടി വില കൊടുത്ത് വീണ്ടും ആ വീട് മേടിച്ചതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, കുറേ നേരം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്, ഭയങ്കര സങ്കടം. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ പൊന്നൂനെ ഗർഭിണിയായതും പ്രസവിച്ചതും ഞാൻ SITയുടെ വരാൻ ഇതാക്കിയതും ഒക്കെ എനിക്കങ്ങ് ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷേ മുന്നോട്ട് പോകില്ല, എന്തൊരു കഷ്ടമാണ്. സൗണ്ട് പോയി, ഇനിയിപ്പോൾ രാത്രി ആവി പിടിക്കേണ്ടി വരും, അല്ലെങ്കിലേ എനിക്ക് ഒട്ടും കരയാൻ ഇനിയിപ്പോൾ ഇതില്ല, ഈ ഒരു വിഷയം ഉള്ളത് കൊണ്ട്. പിന്നെ മാത്രമല്ല എന്താ പറയുക, എനിക്ക് ഇതുപോലെ മറ്റുള്ളവരുടെ സങ്കടം കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവും. ഞാൻ പറയണതെങ്കിലും അങ്ങോട്ട് കേൾക്കണുണ്ടോയെന്ന് അറിയില്ല, മൈക്കില്ല, മൈക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് അത് വർക്കാവുന്നില്ല. അപ്പോൾ അത് കാരണം എല്ലാം പോട്ടെ. അത് കഴിഞ്ഞിട്ട് ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അഭിലാഷിൻ്റെയും കൂടെ കേട്ടപ്പോഴത്തേക്ക്, അഭിലാഷിൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറിനെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് അതും ഇതായിപ്പോയി. കാരണം ആ പുള്ളിക്കാരൻ്റെ അമ്മയുടെ അനുഭവമേ, കാലിഞ്ഞുണ്ടി എന്ന് പറഞ്ഞിട്ട് ടീച്ചർ കളിയാക്കിയപ്പോഴും പുള്ളി ഫുട്ബോൾ കളിക്കാനൊക്കെ പോയ സമയത്ത് ഇന്നലെ കണ്ടതാ എപ്പിസോഡ്. അപ്പം കുറേ വിട്ടുപോയി മൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിനക്ക് പറ്റുന്ന പണി ചെയ്താൽ പോരെ എന്ന്, നീ കാലിഞ്ഞുണ്ടിയല്ലേ എന്ന് പുള്ളിയോട് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോഴും അഭിഷേക് എനിക്ക് അവിടെ അല്ല സോറി അഭിലാഷ് എന്ന് അഭിഷേക് എന്നിങ്ങനെ എനിക്കത് മാറിപ്പോവും. അപ്പോൾ അവിയുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് കിടന്നിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. ചുമ്മാ കിടന്നിട്ട് എല്ലാത്തിലും ചാടി പിടിച്ചിട്ട് ഇതാക്കി. പക്ഷെ അവൻ്റെ ഫാമിലി ലൈഫ് കേട്ടപ്പോഴത്തേക്കും ഓരോരുത്തരും ഓരോ ക്യാരക്ടർ ആവുന്നതിന് ബാല്യത്തിൽ അവരനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും, അതിനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അവരുടെ സ്വഭാവം രൂപീകരിക്കണം. അല്ലാതെ ചില ആൾക്കാർക്ക് വിൽ പവർ ഉണ്ടാവും, ചിലർ അത് മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റോ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഇതാക്കിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക സ്വന്തമായിട്ട് അത് മാറ്റും അങ്ങനെ. അപ്പോൾ അബിയുടെ ക്യാരക്ടറും എനിക്കൊരു എന്താ പറയുക, എന്തോ ഒരു സംതിങ് എല്ലാത്തിലും കയറി ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതല്ല, അവൻ്റെ അമ്മ അനുഭവിച്ച കുറേ കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ നിന്ന് അനുഭവിച്ച, കാരണം ഒരിക്കലും അവൻ കള്ളു കുടിക്കില്ല, അഥവാ അങ്ങനെ ഇതാക്കിയാലും ഒരു പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ ഇതാവില്ല എന്ന് പറഞ്ഞുള്ള രീതിയിൽ തീരുമാനം എടുക്കാൻ തന്നെ കാരണം
ഈ വീട്ടിലുണ്ടാവുന്ന അനുഭവങ്ങൾ പലരും, കാരണം ഞാനൊക്കെ അങ്ങനെ കുറേ തീരുമാനങ്ങൾ പല കാര്യത്തിൽ എടുത്തിട്ടുള്ളതാ. ഞാൻ എന്താവില്ല, എന്താവില്ല, എന്താകും എന്നൊക്കെ ഉള്ളത്. അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കണ്ടുപഠിക്കേണ്ടത് പല കാര്യങ്ങൾ. നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പല വിഷയങ്ങളിൽ കൂടിയാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആവില്ല എന്ന് തീരുമാനം എടുക്കുന്നത്. പക്ഷെ അതൊക്കെ ഒരു നല്ലൊരു പോയിന്റ് ആ പയ്യൻ പറഞ്ഞത്. അതിലെനിക്ക് അവനോട് ഭയങ്കര ബഹുമാനം തോന്നി. പിന്നെ അവൻ പ്രേമിച്ചൊരു പെണ്ണ് പ്ലസ് ടു പഠിക്കുമ്പോൾ അവൻ ഞൊണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന കുട്ടികൾ അങ്ങനെ ആവുമെന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചു. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട്, ശരിക്കും നാളെ നമ്മൾക്ക് ഇങ്ങനെ ആവൂലെന്ന് എങ്ങനെ കണ്ടു. പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് നമ്മളുടെ കാലോ കയ്യോ പോവൂല, നമ്മളുടെ മുഖത്ത് ഇതാവില്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പോയി ഒരു ഇടിമിന്നലേറ്റ് ഒരു വശം തളർന്നു പോയി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിപ്പോയി, വല്ല സ്ട്രോക്ക് വന്നിട്ട് ഇതായിപ്പോയി, കൈയും കാലൊക്കെ ഒരു വശത്തോട്ട് ഇങ്ങനെ കോടിയിട്ടോ വേറെന്തെങ്കിലും ഒക്കെ ആയിപ്പോയി. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ആയിപ്പോയാൽ എന്ത് ചെയ്യും? ശരിക്കും അങ്ങനെ അതൊക്കെ എനിക്ക് ഇപ്പൊ നമ്മൾ തമാശ രീതിയിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ തമാശ രീതിയിൽ അത് നോർമലി, പ്രത്യേകിച്ച് ആണുങ്ങളാണ് കൂടുതലും അങ്ങനെയൊക്കെ ഇതാക്കുക, ഇതുപോലെയൊക്കെയുള്ള നോർമൽ രീതിയിലുള്ള തമാശ പറയില്ലേ. പക്ഷേ പെണ്ണുങ്ങൾ അങ്ങനെ പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഇതിലപ്പുറം ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ അങ്ങനെ ബോഡി ഷെയ്മിങ് എന്നല്ല അതിന് പറയാം, എന്താ പറയാ എനിക്കറിയത്തില്ല, ചെയ്യുന്നത് ഭയങ്കര മോശം. ആരെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെയും ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുടെ എന്താ പറയാ തമാശ രീതിയിൽ നമ്മളിപ്പോൾ പറയാം കുടവേറുണ്ട്, അല്ലെങ്കിൽ ഇതാക്കി, അല്ലെങ്കിൽ കറുപ്പരല്ലെന്ന്, അല്ലെങ്കിൽ കറുമ്പി എന്നൊക്കെ, അല്ലെങ്കിൽ വെളുമ്പി എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ നമ്മൾ തമാശ രീതിയിലൊക്കെ ഓക്കെ, അതിനൊരു വേറൊരു അർത്ഥമില്ലാത്ത രീതിയിൽ നമ്മളത് പറയും. അതുപോലെയല്ലല്ലോ. അപ്പോൾ അത് രണ്ടും കൂടെ കേട്ടപ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഉറങ്ങിയില്ല. ഉറങ്ങാത്ത രാത്രികൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ട് ചുമ്മാ ഇരുന്നിട്ടൊന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല. ഭയങ്കരമായിട്ട് മെൻ്റലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എല്ലാം. പിന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അരിപ്പൊടി വെച്ചിട്ട് അനുമോളും വിൻസിയും എല്ലാവരും കൂടി അവിടെ ചെന്നിട്ട് അവരവിടെ ചെന്നിട്ടേ മറ്റേ സ്ക്രബ് ചെയ്തതും എല്ലാം കൂടെ കണ്ടപ്പോൾ, അതുപോലെ തന്നെ ആര്യന്റെ മുടിയിൽ മറ്റേ പെങ്കൊച്ച് റെന ഫാത്തിമ വന്നിട്ട് ഇത് ചെയ്യല്ലേ, മറ്റേ സ്ട്രെയിറ്ററോ മറ്റേ എന്തോ വെച്ചിട്ട് ഹെയർ സെറ്റ് ചെയ്യാനൊക്കെ കണ്ടപ്പോൾ, കസിൻസ് എല്ലാം കൂടി ഒത്തുകൂടുമ്പോഴത്തേക്ക് വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു സന്തോഷമല്ലേ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എല്ലാവരും കൂടെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തൊരുമയോട് കൂടി സന്തോഷത്തോട് കൂടിയിട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നി. ഇടയ്ക്കെങ്കിലുമൊക്കെ അവരിങ്ങനെ ഇതാക്കുന്നുണ്ടല്ലോ. പിന്നെ ശാരിക പോയിട്ട് ബിന്നീരുടെ അടുത്ത് പോയിട്ട് എന്താ പറയുക, എന്തോ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്തോ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഒരുത്തുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ജിസേല് അനുവും തമ്മിലുള്ള പ്രശ്നം. ജിസേലാണെന്ന് തോന്നുന്നു അനുവിനെ എന്തോ ഇതാക്കിയത്, ബീട്രൂട്ട് മറ്റേ ലിപ്സ്റ്റിക് ഇട്ടെന്നാണ്ട് പറഞ്ഞിട്ട് ജിസേല് അനുവിനെ ഇതാക്കിയ സമയത്ത് അപ്പോഴും തന്നെ ജിസേല് പ്ലേറ്റ് തിരിച്ചു. പിന്നെ ജിസേലാണ് മേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എവിടുന്നോ ഒരു ടിഷ്യൂ എടുത്തിട്ട് വന്നിട്ട് അത് എന്താ പൊട്ടറ്റോ എന്തോ കൊണ്ടാണെന്ന് പറയുന്നു. അവരേൽ അത്യാവശ്യം ബീട്രൂട്ട് പൊട്ടറ്റോ അതൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റണേക്കെ അവർ ചെയ്യണുണ്ട്. അതല്ലാതെ എന്തോ ഇതിട്ടു, ഫൗണ്ടേഷൻ ഇട്ടു, ടിൻറ്റ് ഇട്ടു, അതിട്ടു ഇതിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ജിസേലിനെ പിന്നെ ടാർഗറ്റ് ചെയ്തിട്ട് അവൾ പറഞ്ഞത് ഇതാണ് ബീട്രൂട്ടാണെന്ന് പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് പല പ്രാവശ്യമായിട്ട് പുള്ളിക്കാരി ഇത് എടുത്തെടുത്ത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. മേക്കപ്പ് അക്ഷയ പാത്രം പോലെ, മുൻഷി രഞ്ജിത്ത് പറഞ്ഞിട്ട് അക്ഷയ പാത്രം പോലെ ഈ സാധനം പിന്നെ ഗിസേലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എത്ര ബിഗ് ബോസ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാലും അത് തീരാത്ത രീതിയിൽ ഗിസേൽ 1 2 3 4 ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തോണ്ടേയിരുന്നു. അല്ലെങ്കിൽ ഗിസേൽ ആരുടെയെങ്കിലും കണ്ടാലൊക്കെ എടുത്തിടും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ബിഗ് ബോസ് എന്തിനാ ഇങ്ങനെ ഇതാക്കുന്നതെന്ന് അറിയില്ല. ഒറിജിനലായിട്ട് നിൽക്കണം എന്ന് അതിന് വേണ്ടിയിട്ടായിരിക്കാം. ഇതുവരെയുള്ള ഒരു സീസണിലും അങ്ങനെ ചെയ്യാതെ ഇപ്പോൾ ഇങ്ങനെ ചെയ്തത് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും. അവരുടെ കോൺഫിഡൻസ് ഒന്ന് പോട്ടെ എന്നുള്ള രീതിയിലും കൂടെ ആയിരിക്കാം. പക്ഷെ ആനിമോക്ക് അതിൻ്റെ ഇടയിൽ എപ്പോഴും ഒരു സ്ഥലത്ത് രേണു സുധിയുടെ വിഗിനെ പറ്റിയിട്ട്, എക്സ്റ്റൻഷനെ പറ്റിയിട്ട് ഇങ്ങനെ പറയണം, കൊലാബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുമ്പോൾ രേണു പറഞ്ഞു, നമുക്ക് അല്ലാതെ ഒന്നും വയ്ക്കാനൊന്നും പൈസ ഇല്ലല്ലോ, 19,000 രൂപ ആവില്ല, എനിക്കിത് കൊളാബ് ചെയ്തത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ രേണു കറക്റ്റ് പറയും മറുപടി. ഞാൻ പറഞ്ഞത് കൊളാബാണെന്ന് പറഞ്ഞിരുന്നു.
എന്ന് വെച്ചാൽ അനുവിന് എപ്പോഴും അനുവിനെ പാവക്കുട്ടി ക്യൂട്ടിപ്പി അങ്ങനെ അത് ഇത് മറ്റത് മറിച്ചത് ബാർബി ഡോൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൊണ്ടു നടക്കണം. അല്ലെങ്കിൽ അനുവിന് ഏകദേശം ഒരു 10-30 വയസ്സാവുമായിരിക്കും തോന്നണം, എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ അനുവിനെ എല്ലാവരും ഇങ്ങനെ, അതെല്ലാവരും ഇപ്പൊ പറയുന്നുണ്ട്, ആൾക്കാർ മുഴുവൻ അത് കണ്ടിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അനുവിന് അപ്പോൾ ഓടിപ്പോയിട്ട് സീരിയലിൽ പോലും ഇത്ര ഉണ്ടാവൂല, ഓടിപ്പോയി കരയുന്നത് കണ്ടു കഴിഞ്ഞാല് എന്തൊരു ഒരു ഡ്രാമ ക്യൂനായി അനു. ഭയങ്കര ഡ്രാമ ക്യൂൻ എന്ന് വെച്ചാൽ എല്ലാവരും അവളെ ശ്രദ്ധിക്കണം, എല്ലാവരും അവളെ പാമ്പർ ചെയ്തണം, എല്ലാവരും അവളെ കൊഞ്ചിക്കണം, താലോലിച്ച് കൊണ്ടു കിടക്കണം. അവൾക്ക് ആരെയും എന്തും പറയാം. അവളെക്കാട്ടി സൗന്ദര്യം ആർക്കെങ്കിലും ആയി പോമോ എന്ന് പേടിച്ചിട്ടാണ് ഈ അവിടെ കിടന്നിട്ടുണ്ടായ ബഹളവും വഴക്കും. ഒരു കാര്യം ഉണ്ടായിരുന്നില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഗിസേലെല്ലാം മൊത്തം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഗിസേലിന്റെ സമ്മതമില്ലാതെ പോയിട്ട് അത് വലിച്ചു തുറന്ന് ഡ്രോയർ വലിച്ചു തുറന്നിട്ട് പോയി ഗിസേലിന്റെ സാധനം ഇതാക്കി സാധനങ്ങളൊക്കെ എടുത്തു കംപ്ലീറ്റ് ആൾക്കാരെയും കൊണ്ടുവന്ന് വട്ടം കൂട്ടി. സത്യം പറഞ്ഞാൽ ഇത്രയും മോശം ക്യാരക്ടറാണ് അനു എന്നുള്ളത്. ഈ പുറമേ മേക്കപ്പും ഇട്ട് നടക്കുന്ന പല ആൾക്കാരുടെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളതിന്റെ ഇതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ബിഗ് ബോസ് എന്ന് പറയണ. പുറമേ ഉള്ള ആൾക്കാർ സെലിബ്രിറ്റി ആയിട്ട് നടക്കുക, അല്ലെങ്കിൽ പുറമേ ഉള്ള ആൾക്കാർ ഉള്ളിൽ എന്താണ് എന്നുള്ളത് കാണിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത് ഇങ്ങനെയാണ്, ഇതേപോലെയാണ് ഒറിജിനൽ ക്യാരക്ടർ. മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചും കളിച്ചും നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ക്യാരക്ടർ ഇതുപോലെയൊക്കെയാണ്. പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ അനീഷ് ഒരു വിഷയം ആത്മസമീപനം പാലിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടത്. ഫസ്റ്റ് ടൈമാണ് അത്. ജിസേലിനെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ അവിടെ നടന്നത്, എന്തായിരുന്നു സംഭവം, എന്താ എന്ന് വെച്ചിട്ട് വളരെ വളരെ കൂളായിട്ടും കാമായിട്ടും ഒരു നല്ലൊരു എന്താ പറയുക ഒരു ലിസണറെ പോലെ പോയി എന്നിട്ട് അത് കേട്ടു. ആ പ്രശ്നം മനസ്സിലാക്കി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അനീഷ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇതാക്കുന്നത്. പിന്നെ അനുമോള് പിന്നെ അപ്പോഴൊന്നും വിടൂല, അവള് ഒരു പൊടിക്കും അടങ്ങൂല എന്നുള്ളൊരിതില്ലേ, ആ ഒരു ആറ്റിറ്റ്യൂഡില്ല. ഒരു കാരണവശാലും വിട്ടുകൊടുക്കൂല. പുള്ളിക്കാരിയെക്കാട്ടി സൗന്ദര്യം ആർക്കെങ്കിലും പോകുമോ എന്നുള്ളൊരു പേടി ഭയങ്കര വലുതാണ്. പിന്നെ ലാസ്റ്റ് എല്ലാരും ഉറങ്ങുമ്പോ നെവിൻ, നമ്മുടെ മുടി വളർത്തിയ നെവിൻ പോയിട്ട് പൊട്ടറ്റ്, ഞാൻ വിചാരിച്ചു എനിക്കിത് ഇഷ്ടമൊന്നും ഇല്ലാത്തതാണ് ഇത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ശരിക്കും പറഞ്ഞാൽ മാനറിസവും അവന്റെ ചേഷ്ടകളും അവന്റെ ഇതൊക്കെ കാണാൻ ഒരു സത്യ രസമാണ്. പോയിട്ട് ഞാൻ വെച്ചാൽ മറ്റുള്ളവർക്ക് രാവിലത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത് കേട്ടോ. പക്ഷെ അതല്ല, ശരിക്കും അങ്ങനെയല്ലായിരുന്നു ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് പൊട്ടറ്റോ ചിപ്സും ഉണ്ടാക്കി എന്തോ കോഫിയോ സംതിങ് എന്തോ കപ്പിൽ കൊണ്ടുവന്നിട്ട് ഇരുന്ന് കുടിക്കുന്നുണ്ട്. അവൻ എപ്പോഴും തക്കാളി ബീട്രൂട്ട് മറ്റൊക്കെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഇതേപോലെ തലയിൽ കൂടി ബ്ലാങ്കറ്റ് മൂടി ഇട്ടിട്ട് അല്ലെങ്കിൽ ബെഡ് സ്പ്രെഡ് മൂടി ഇട്ടിട്ട് ഇരുന്നിട്ട് കഴിക്കുക. ഇന്നൾക്ക് 2 ദിവസം മുമ്പേ, അത് ഇന്നലത്തെ മഞ്ഞാത്തേണോ 2 ദിവസം മുമ്പത്തേന്നാണ് അറിയത്തില്ല, നൂറായിരം കൂടെ വിളിച്ചിരുത്തിട്ട് എന്റെ കള്ളത്തരത്തിൽ നിന്നെയും കൂടി ഞാൻ കൂട്ടു നിർത്തും എന്ന് പറഞ്ഞിട്ട് നൂറായും കൂടെ വിളിച്ച് നിർത്തി അതിന്റെ അടിയിലോട്ട് ബ്ലാങ്കറ്റിന്റെ അകത്തോട്ട് കയറ്റി ഇരുത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അവർക്കും കൂടെ ഇത് ഫീഡ് ചെയ്തിട്ട് എന്നാൽ രസമായിരുന്നു കേട്ടോ. എനിക്ക് ഇന്നലത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എല്ലാം കൊണ്ടും ഇഷ്ടമായി. അനീഷ് കുറച്ചൊന്ന് സൈലന്റ് ആയാൽ തന്നെ അവിടെ മൊത്തത്തിലൊരു കണ്ടന്റ്, ആൾക്കാർ കണ്ടന്റ് ഗെയിമർ കിടന്ന് അങ്ങനെ മറ്റുള്ളവരെ വെറുപ്പിച്ചിട്ടും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് വായി തോന്നുന്ന ഇതാക്കിയിട്ടുമാണോ ഈ കണ്ടന്റ് എന്ന് പറയുന്നത്? അതാണോ കണ്ടന്റ്? മറ്റേ ഈ സൈഡിൽ പറയുമ്പോൾ അതാണോ കണ്ടന്റ്? അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ഇതിൽ നിന്നും ആയിരിക്കില്ലോട്ടോ. ഭയങ്കരമായിട്ട് ഇന്നായപ്പോഴത്തേക്ക് അതിൻ്റെ എഫക്റ്റ് കുറച്ചങ്ങ് പോയി. അപ്പോൾ ഇന്നലെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ലായിരുന്നു. പിന്നെ ഓൾറെഡി എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ കുറേ സങ്കടങ്ങളുണ്ട്, അതുകൊണ്ടാണ് കുറച്ചുകൂടി ഇങ്ങനെ ഇതായി വരണത്. പിന്നെ ഭയങ്കര മനക്കെട്ടി ഭയങ്കര കുറവുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റേതായിട്ടൊരു പോരായ്മ എല്ലാ സ്ഥലത്തും എനിക്കുണ്ടെന്നേ, പല സ്ഥലത്തും എനിക്കുണ്ട് ആ മനക്കെട്ടി പോരായ്മ ഉള്ളതിൻ്റെ. അപ്പോൾ ഗുഡ് നൈറ്റ്, sweet dreams. Bye. ശുഭരാത്രി.